ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നോ പ്രാങ്കിനാണ് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ എന്താകുമെന്ന് അറിയില്ല ഗൈസ്. ഇപ്പം അവൻ എവിടെയൊക്കെയോ ഉണ്ട്. അവൻ നമ്മളെ അടിച്ചിടുമോയെന്നറിയില്ല. നൂപ്രാങ്കാ ബ്രോ, നൂപ്രാങ്കാ നമ്മൾ കൃത്യം ചെയ്തിരിക്കും, ഉറപ്പ്. പിന്നെ BR ഒന്നും ചെയ്ത പോലെ നൂപ്രാങ്ക് ഒന്നും ആവില്ല. അത് നെറ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു ഗൈസ്. നമ്മൾ എന്താണെന്നറിയില്ല, നെറ്റ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. ഗ്രനേഡ് എറിയാന്ന് പറഞ്ഞ് നടന്നില്ല. രണ്ടാമത്തെ ഗ്രനേഡ് അവൻ്റെ നിലത്ത് വീണോന്ന് ഞാൻ നോക്കി. ഞാൻ പൊട്ടനെ പോലെ ഇവിടെ വന്ന് നിന്ന് അവൻ അവിടെ നിന്ന് അടിച്ചിട്ട് ഗൈസ്. ഇപ്പോൾ അടുത്ത കളിയായിട്ടിട്ട് ഗൈസ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമുക്ക് ചുമ്മാ അങ്ങോട്ടേലൊക്കെ അടിച്ച് നിൽക്കാം ഗൈസ്. അപ്പോൾ അവൻ ഒന്ന് അടിച്ചിട്ട് പൊക്കോട്ടെ. എന്തായാലും നമ്മൾ ഈ കളിയൊന്നും നമ്മൾ കളിക്കുന്നില്ല ഗൈസ്. അപ്പോൾ അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഗൈസ്. ഇപ്പോൾ അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഈ കളിയൊന്നും കളിക്കുന്നില്ല ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ ഗ്ലൂ ഇട്ട് നിൽക്കുക. അവിടെ വെച്ചിട്ട് ഗൈസ് നമ്മൾ എന്ത് ചെയ്യാനാ ഗൈസ്? ഇവിടെ വന്ന് ഗൈസ് അപ്പോൾ നമ്മൾ അവന് ചുമ്മാ ഇങ്ങനെ എടുത്ത് നോക്കി. അതേ നമ്മൾ ഇങ്ങനെ വെച്ച് അവന് ഇടപെളിയുമൊക്കെ എടുക്കുന്നു. മറ്റേ ഇടപെളിയത്തിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. ഇത് ഏത് ഇടപെളിയുമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് മറ്റേ ഇടപെളിയുമാ, മറ്റേ ഏകദേശം ഇടപെളിയത്തിനായിട്ടൊക്കെ ഉള്ളതുള്ള. അപ്പം അവനെ അടിക്കാനൊന്നും ഞാൻ നിൽക്കത്തില്ല. എനിക്ക് ഈസി ആയിട്ട് അവൻ്റെ തലമണ്ടയ്ക്കിട്ട് അടിക്കാന്നേ ഉള്ളായിരുന്നു. ഞാൻ അടിച്ചില്ല ഗൈസ്. ഞാൻ അങ്ങോട്ടേക്ക് അടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ നൂപ്രാങ്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. എല്ലാവരും പവറായിട്ട് നിൽക്കുവാണ് ഗൈസ്. പവറായിട്ട് എല്ലാവരും നിൽക്കുക. അവൻ 3 റൗണ്ട് എടുത്തിട്ടുണ്ട്. 2 റൗണ്ട് കൂടി വിട്ടു കൊടുക്കണം. 2 അല്ല, 1 റൗണ്ട് കൂടി വിട്ടു കൊടുക്കണം. ആ റൗണ്ട് എടുത്തോട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ നൂപ്രാങ്ക് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ കളി തുടങ്ങും. എങ്ങോട്ടൊക്കെ അടിക്കുകയാണ്. ഈസിയായിട്ട് അടിക്കാതെ ഉള്ളു. അവൻ്റെ തലമണ്ട എയിം ചെയ്ത്. അപ്പോൾ 4 റൗണ്ട് എടുത്ത് ഇനിയാണ് നമ്മുടെ കളി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനാണ് എടുക്കേണ്ടതെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ കുറച്ച് മൂവ്മെൻറ്റ് ഇട്ട് ഞാനാണ് എടുക്കേണ്ടത്. നമ്മൾ UMPയും പിന്നെ പൊട്ടാസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടാസ് എടുത്ത് കുറച്ച് മൂവ്മെൻറ്റൊക്കെ ഇട്ട് നിൽക്കുവാണ്. കയറി വരുമ്പോൾ അടിച്ചിട്ട് എഴുന്നിട്ട് അടിച്ചിടാനാണ് പ്ലാൻ. നമ്മൾ 2-3 വെടിയൊക്കെ വെക്കുന്നുണ്ട്. അവർ എവിടെയാണെന്ന് അറിയണ്ടേ. അപ്പം നമ്മൾ ചാടി കയറി പോവാണ് എൻ്റെ മണ്ടയ്ക്കോട്ട്. അവൻ എവിടെയാണെന്ന് കാണുന്നില്ല. എവിടെയാണെന്ന് അറിയില്ല ഗൈസ്. എന്ത് ചെയ്യാനാ? അപ്പോൾ നമ്മൾ താരോട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. താരോട്ട് ജമ്പ് ചെയ്യുക ഗൈസ്. എവിടെയാണെന്ന് എനിക്കറിയില്ല. അവൻ എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും പോയി അവൻ നിൽക്കുമായിരിക്കും. ഞാനൊക്കെ ബാഗിൽ നിന്ന് അടി കിട്ടുന്നു. എനിക്ക് അത്യാവശ്യം നല്ലോണം അവൻ ഡാമേജ് വന്ന്. ഞാൻ ഇവിടെ ഗ്ലൂ ഇട്ട് നിന്ന്. ഇനി ഗ്ലൂ ആളില്ല ഗൈസ്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗ്രനേഡൊക്കെ എന്നെ ഹുക്കാക്കുവാണ് ഗൈസ്. ഗ്രനേഡൊക്കെ എടുക്കുവാണ് ഗൈസ്. അങ്ങോട്ടൊക്കെ എറിയാൻ അവൻ്റെ നേരത്ത് പോലും കൊള്ളുന്നില്ല. 2-3 HP ഒക്കെ അവനെ കുറയുന്നുണ്ട്. അവന് മറ്റേ സ്മോക്ക് ബോംബ് ഇട്ടിട്ട് അവനെ കയറിപ്പോയിട്ട് അവനെ അടിച്ചിട്ട് അപ്പോൾ അവൻ അവിടെ നിൽക്കുമായിരുന്നു. സ്മോക്ക് ഇട്ടാൽ പിന്നെ അവനൊന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും. ലോബേജ് 2 വെടിയൊക്കെ വെച്ച് അടുത്ത കളി സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. എന്താവും അറിയില്ല. നൂപ്രാങ്ക് എന്താവും അറിയില്ല ഗൈസ്. അവനെടുത്താൽ നമ്മൾ അടുത്ത നൂപ്രാങ്കായിട്ട് വരേണ്ട വരും. നമ്മൾ ഇതാക്കുവാണ്. അവനെ അടിച്ചിട്ട് കൊള്ളുന്നില്ല ഗൈസ്. എവിടെയാണ് നമ്മൾ ഗ്രനേഡൊക്കെ ഹുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാനുണ്ട്. ഡയറക്റ്റ് കയറിപ്പോയി അടിക്കാനുള്ള പ്ലാനുണ്ട് ഗൈസ്. നോക്കാം. ഗ്രനേഡ് ഹുക്ക് അടിച്ചിട്ട് നമ്മൾ എറിഞ്ഞ് അതിൻ്റെ നേരത്ത് കൊണ്ടില്ല. നമ്മൾ ഇത് എറിഞ്ഞപ്പോൾ 34 ഡാമേജ് കയറി. പിന്നെ 3 വീണ്ടും കയറി. 3 കയറിയപ്പോൾ ഞാൻ അടിച്ചിട്ട് ഗൈസ് UMP വെച്ച് അടിക്കാൻ നോക്കി, നടന്നില്ല. അവന് നല്ലോണം കൊടുത്ത് ഡാമേജ്. അപ്പോൾ കയറിപ്പോയി പൊട്ടാസിന് അടിച്ച് ഗൈസ്. ഇതാണ് ലാസ്റ്റ് റൗണ്ട് അല്ല, ഒരു 3ാമത്തെ റൗണ്ടായിട്ടൊക്കെ വരും. അപ്പം ഈ കളി കൂടെ എടുത്താൽ 3 റൗണ്ട് നമ്മൾ എടുക്കും ഗൈസ്. അപ്പം എടുക്കോ ഇല്ലയെന്ന് നമുക്ക് കാണാം ഗൈസ്.
കണ്ടറിയാം ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് ഓഗിന് 2 അടി അടിച്ച് ഓഗും എമ്മേറ്റിയാണ് അവനെടുത്തത്. ഞാൻ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. അവിടെ ഞാൻ എങ്ങോട്ടേക്കോ ഗ്രനേഡ് എടുത്തായിരുന്നു. ഇനി മറ്റേ ഫ്രീസ് മാത്രമേ ഉള്ളൂ ഗൈസ്. എന്തെടുക്കാനൊന്നും അറിയില്ല. ഫ്രീസും വെച്ച് എറിഞ്ഞ് 40 ഡാമേജ് കയറി. അപ്പോൾ ഞാൻ കയറിപ്പോയി ഒരു എക്സ്ഷോട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബോഡി ഷോട്ട് കയറിയതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ജസ്റ്റ് ബോഡി ഷോട്ട് അടിച്ച് കയറിപ്പോയി ഒരു കുത്തി പിടിച്ച് ഡൗൺ ഇട്ട് നമ്മൾ കയറി ഗൈസ്. ഇവിടെ റൂവാളൊക്കെ ഇട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഹലോ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമായിരുന്നു. സൗണ്ടൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. എങ്ങനെയൊക്കെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ആരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കയറി വന്ന് M18 വെച്ച് ഒറ്റ ഷോട്ട് കൊടുത്ത് അതിൻ്റെ അടുത്ത് കളി എടുത്തില്ല. ഒറ്റ കളി കൊണ്ട് പോണോട്ട്. ഇപ്പം നമ്മൾ അവനും എടുക്കാൻ കണ്ട് നമുക്കും എടുക്കാം. അവന് നെറ്റില്ലെന്ന് തോന്നുന്നു. അവന് ഇടയ്ക്കിടയ്ക്ക് അവൻ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല ഗൈസ്. നെറ്റില്ലായിരിക്കും ഗൈസ്. അപ്പം നമ്മൾ ഗ്രനേഡൊക്കെ എറിയുന്നുണ്ട്. ഗ്രനേഡ് എറിഞ്ഞില്ല, എറിയാൻ വേണ്ടി പോവാണ് ഗൈസ്. എറിയാൻ വേണ്ടി ഒരു ചെറിയ പ്ലാനുണ്ട്. അപ്പോൾ എറിഞ്ഞ് ഗൈസ്. നമ്മൾ 2-3 ഗ്രനേഡൊക്കെ എറിഞ്ഞ്. ഇപ്പം നമുക്ക് തന്നെ ഈ ഗ്രനേഡ് കൊണ്ടു ഗൈസ്. ഇത് അവസ്ഥയാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇവിടെ വരെ തല കാണുന്നുണ്ട്. അടിക്കാൻ നോക്കി ഇപ്പോൾ കയറിയില്ല ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. പൊട്ടാസിൽ ഷോട്ട് കൊടുത്ത് അവനെ ഡൗൺ ആക്കി നമ്മൾ കളി പോയി അടിച്ചിട്ടുണ്ട്. അത്രയുള്ളൂ ഗൈസ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ്